നമ്മൾ മഹാഭാരത പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭീഷ്മരെയും ശ്രീരാമനെയും പറ്റി പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ വനവാസത്തിന് പോകുന്ന രാമന് ഋഷിമാരുടെ സംരക്ഷണം കൂടി പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു എന്ന് രാമൻ പറഞ്ഞിരുന്നു. പക്ഷേ ഭീഷ്മരുടെ കാര്യത്തിൽ ഭീഷ്മര് പലപ്പോഴും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആണ് പലപ്പോഴും നിലകൊണ്ടത് എന്ന് അങ്ങ് പറയുണ്ടായി എന്ന് തോന്നുന്നു. സ്വാർത്ഥത എന്ന് വെച്ചാൽ തന്റെ അച്ഛനോടുള്ള ധർമ്മം, പുത്രധർമ്മം, അതൊരു വ്യക്തിയുടെ ധർമ്മമാണ്. പക്ഷെ അതിലും ഉപരിയായിട്ട് തൻ്റെ വംശത്തിന്, സമുദായത്തിന്, രാഷ്ട്രത്തിന്, മാനവ സമൂഹം, ഇതിനൊക്കെ ഈ ധർമ്മത്തിന്റെ പല പല അല്ല ഞാൻ ചോദിക്കുന്നത്. അപ്പൊ വ്യാസൻ ഈ ഭീഷ്മ പാത്ര സൃഷ്ടിയിൽ കൂടി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതെ, ഭീഷ്മര് വാസ്തവത്തിൽ ഒരു മഹാഭാരതത്തിൽ പിടികിട്ടാ പുള്ളിയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ വ്യാസൻ കുറേ അതിനെ കൊട്ടി അടച്ചിട്ട് ആണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റുവെച്ചാൽ അത് വ്യാസൻ എന്ത് ഉദ്ദേശിച്ചെന്ന് കണ്ടെത്താൻ 100% കണ്ടെത്താൻ പ്രയാസം തന്നെയാണ്. പക്ഷെ നമുക്ക് അത് വരികളിലൂടെ വായിച്ചെടുക്കുമ്പോൾ ഭീഷ്മർ അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിതകാലത്ത് എപ്പോഴും അധർമ്മികളുടെ കൂടെ നിന്നു എന്നാണ് വ്യാസൻ അവിടെ കാണിച്ചിട്ടുള്ളത്. ദുര്യോധനൻ്റെയും കർണൻ്റെയും ശകുനിയുടെയും ഒക്കെ തന്നെ ഈ ദുഷ്കർമ്മങ്ങൾക്ക് അദ്ദേഹം ഒരു നിശബ്ദനായിട്ട് ഇടയ്ക്ക് വിമർശനങ്ങൾ ഉന്നയിക്കുമെങ്കിൽ പോലും അതിനെ അദ്ദേഹം തടയാൻ പറ്റാത്ത രീതിയിൽ ഒരു നിസ്സഹായത കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പിന്മാറുകയാണ്. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് അവസാനത്തെ ആ ധർമാധർമ്മ യുദ്ധത്തിലും അദ്ദേഹം അധർമ്മത്തിൻ്റെ കൂടെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ കൂടി ഈ ഭീഷ്മർ വീണ ശേഷം, ശരശയ്യ ആയ ശേഷം യുധിഷ്ഠിര മഹാരാജാവിനുണ്ടാകുന്ന ഒരു യുദ്ധാനന്തരമുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വ്യാകുലതയുണ്ട്. അത് ഞാൻ കാരണമുണ്ടായ വലിയ ആൾനാശം, മനുഷ്യർക്കുണ്ടായ വലിയ ദുഃഖം, അതിനെക്കുറിച്ച് ഓർത്തിട്ടാണ്. അപ്പം അത് വ്യാസനും ധൗമ്യനും കൃപരും ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് ഉപദേശിച്ചിട്ടും ശ്രീകൃഷ്ണൻ പോലും ചില വാക്കുകൾ കൊടുത്ത് ഉപദേശിച്ചപ്പോഴും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ കൊണ്ടുപോകുന്നത് ഭീഷ്മരുടെ അടുത്തേക്കാണ്. അവിടെ ശ്രീകൃഷ്ണൻ ഭീഷ്മരെ ധ്യാനിക്കുകയാണ്. ശാന്തിപർവ്വത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം. അദ്ദേഹം കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ടൊക്കെ യുധിഷ്ഠിരൻ വന്ന് ചോദിക്കുകയാണ്, അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത്? അപ്പോൾ ഭഗവാൻ പറയും, എന്നെ ശരശയ്യയിൽ ശാമ്യന്യവ ഹുതാശന എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭീഷ്മരെ. അതൊരു അണയാൻ പോകുന്ന ഒരു അഗ്നി നാളം ആയിട്ട് അവിടെ ഒരു മഹാപുരുഷൻ അവിടെ കിടക്കുന്നുണ്ട് ശരശയ്യയിൽ. അദ്ദേഹം മാന്ധ്യാദി പുരുഷവ്യാഘ്ര, ആ പുരുഷവ്യാഘ്രം എന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ. തതോമേ തദ്ഗതം മന, അതുകൊണ്ട് എൻ്റെ മനസ്സ് അങ്ങോട്ടും പോകണം എന്ന് പറയുന്ന ആ കൃഷ്ണന് ഭീഷ്മരോടും ഒരു ഭക്തിഭാവം, എന്ന് തൻ്റെ ഭക്തനോടുള്ള സ്നേഹവും ആദരവോട് കൂടിയുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് എന്നിട്ട് പറയാം, അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുന്ന ആൾ അദ്ദേഹമാണെന്ന് പറയും. എന്നിട്ട് യുധിഷ്ഠിരനെയും കൂട്ടി അദ്ദേഹം ആ ഭീഷ്മരുടെ അടുത്തേക്ക് ചെന്ന് ശരശയ്യയുടെ അവിടെ ചെന്നിട്ട് ഈ ചോദ്യങ്ങൾ, പക്ഷേ യുധിഷ്ഠിരൻ അപ്പോഴും അടുത്തേക്ക് ചെല്ലുന്നില്ല, ഇദ്ദേഹം ശപിക്കുമെന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഭീഷ്മർ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, നീ ചെയ്തതായിരുന്നു ശരി, എൻ്റെ ഭാഗം തെറ്റായിരുന്നു. അപ്പോൾ ഈ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇതൊക്കെ കൂട്ടുന്നതൊക്കെ. അപ്പോൾ എന്നിട്ട് അതിനുശേഷം ശാന്തിപൂർവ്വം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അധർമ്മമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന. അതെ, അതാണ് ഭീഷ്മരുടെ ഉള്ളിലുള്ള ഞാൻ ഈ പറഞ്ഞ ഒരു നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യം. പക്ഷേ ഞാൻ സാധാരണ പ്രഭാഷണത്തിൽ എന്താണെന്ന് വെച്ചാൽ മഹാഭാരതത്തിലുമൊക്കെ ഈ പാത്ര സൃഷ്ടി നമുക്ക് ധർമ്മത്തിനെ പറ്റി നമ്മളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഈ ഗ്രേ ഷെയ്ഡ്സ് ഉള്ള ഇങ്ങനത്തെ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ശ്രീകൃഷ്ണനാണ് ശരിക്കും മഹാഭാരതത്തിൻ്റെ നായകൻ. നമ്മുടെ കാവ്യാലങ്കാര ശാസ്ത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാവ്യത്തിൻ്റെ ഫലപ്രാപ്തി ആരിലാണോ അത് നായകനായിരിക്കും. അപ്പോൾ ശരിക്കും മഹാഭാരതത്തിൻ്റെ ഫലപ്രാപ്തി ശ്രീകൃഷ്ണനിലാണ്. അദ്ദേഹത്തിൻ്റെ ധർമ്മ സംസ്ഥാപനം എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും കരുക്കളാണ്. അവിടെ പാണ്ഡവന്മാരും കരുക്കളാണ്, ഭീഷ്മാദികളായിട്ടുള്ള എല്ലാ യോദ്ധാക്കളും കരുക്കളാണ്. അപ്പോൾ രണ്ട് പക്ഷത്തുമുള്ള യോദ്ധാക്കളിൽ അധർമ്മികളുണ്ടായിരുന്നു. ഘടോത്കചൻ, പാണ്ഡവപക്ഷത്ത് ഭീമൻ്റെ മകനായ ഘടോത്കചൻ കർണൻ്റെ വേലുകൊണ്ട് അദ്ദേഹം കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവനെ കൊല്ലുമായിരുന്നു എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം അവൻ ഈ ധർമ്മത്തിന് അനുകൂലമല്ല, ഋഷിമാർക്കും യജ്ഞങ്ങൾക്കും വിഘ്നം ഉണ്ടാക്കുന്ന ആളായിരുന്നു. അത് കർണൻ കൊന്നു നന്നായി. അപ്പോൾ കർണനെ പോലുള്ള ഒരു പോരാളി മറുപക്ഷത്തും വേണം.
ഭീഷ്മരെ പോലെ പോരാളി ഉള്ളതുകൊണ്ടാണ് ഇവിടെ ദ്രുപദൻ, വിരാടൻ മുതലായ ആളുകളിലും ഈ അധർമ്മത്തിൻ്റെ അംശങ്ങളുണ്ട്. നിരവധി ആളുകൾ പാണ്ഡവപക്ഷത്തും നിന്നവർ അവരുടെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് നമ്മാടത്തങ്ങൾ കാണിച്ചവരായിരുന്നു. അപ്പോൾ അവരൊക്കെ ഈ 18 അക്ഷൗഹിണി സൈന്യങ്ങൾ കൊല്ലപ്പെടണമെങ്കിൽ മറുപക്ഷത്ത് തുല്യനായിട്ടുള്ള ഒരു പോരാളി, സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ഒരു യോദ്ധാവ് അവിടെ നിന്നുകൊണ്ട് പോരാടിയാൽ മാത്രമേ ഭഗവാന്റെ ഉദ്ദേശ്യം നടക്കുകയുള്ളൂ എന്ന് കരുതിയിട്ട് ഭീഷ്മർക്ക് ഒരു ഭഗവാന്റെ പ്രേരണ ഉണ്ടായിരുന്നു. സ്വച്ഛന്ത മൃത്യു ആണ്. സ്വച്ഛന്ത മൃത്യു എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ മരണം വരിക്കാം, ഇഷ്ടമുള്ള സമയത്ത് ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാം എന്നാണ് പറയുന്നത്. ആ വരവുള്ള ആളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾക്ക് ഈ ശരശയ്യ വിധിച്ചത്? ശരശയ്യ എന്ന് പറയുന്നതും ഈ പറഞ്ഞ അദ്ദേഹം കാരണം നമ്മൾ ഈ കാവ്യങ്ങളൊക്കെ നോക്കുമ്പോൾ പലതിൻ്റെ അകത്തും ഈ ബിംബങ്ങളാണല്ലോ വരിക, ഇമേജസ്, ഇമേജറി എന്നൊക്കെ പറയുന്നത്. അപ്പം ശരശയ്യ എന്ന് പറയുന്ന ബിംബം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം തന്നെ ഏറ്റെടുത്തൊരു ശിക്ഷ എന്ന് വെച്ചാൽ അതിലും അദ്ദേഹത്തിന് ശൗര്യമുണ്ട്. എൻ്റെ ശിക്ഷ ഞാൻ തന്നെ തീരുമാനിക്കും എന്നുള്ള അതും ഒരു യോദ്ധാവിൻ്റെ പൗരുഷാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ ബാണങ്ങൾ ഏറ്റു തറച്ചു. ശിഖണ്ഡി മുന്നിൽ വന്ന് നിന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഞാൻ ഇവനോട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ തൊട്ട് പുറകിൽ നിൽക്കുന്ന അർജുനൻ്റെ ആ കരവേഗം കൊണ്ട് അനേകായിരം ശരങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് വന്ന് തറക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതൊന്നും ശിഖണ്ഡിയുടെ ബാണങ്ങളല്ല, എൻ്റെ കൊച്ചുമകൻ, എൻ്റെ പൗത്രൻ്റെ ബാണങ്ങളാണ് എൻ്റെ ശരീരത്തിൽ തറക്കുന്നത്. കാരണം അതാണ് നെഞ്ചു തുളച്ച് വരുന്നത്. ശിഖണ്ഡിയുടെ ബാണങ്ങൾ ഇത്രയും ശക്തി ഉണ്ടാവില്ല എന്ന് അഭിമാനത്തോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീഴുന്നത്. വീഴുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഈ ശരങ്ങൾ പുറത്ത് തറച്ച ശരങ്ങളുടെ മേലെയാണ് അദ്ദേഹം വീഴുന്നത്. അവിടെ തന്നെ കിടന്നുകൊണ്ട് അദ്ദേഹം ഉത്തരായണം വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാൻ സാധിക്കുന്നത് സ്വയം ഞാൻ ചെയ്ത ഈ പാപകർമ്മങ്ങൾക്ക് സ്വയം ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് മടക്കയാത്ര ചെയ്യുക എന്ന് അതിലൊരു ധീരത അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് അതും അദ്ദേഹത്തിൻ്റെ തന്നെ ആഗ്രഹമായിരുന്നു. അത് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ മരിക്കാൻ ആഗ്രഹിക്കാമായിരുന്നു, ചെയ്തില്ല. ആ കാലം വരെ കാത്തിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് യാത്ര ആകണമെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സാധിച്ചു. അതുപോലെ സ്വയം ഉദ്ദേശിച്ച രീതിയിൽ അവനവൻ്റെ ശിക്ഷ അവനവൻ ഏറ്റുവാങ്ങിക്കൊണ്ട്, ആ ശിക്ഷ ഇവിടെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരണശേഷം ശിക്ഷയില്ല എന്ന് നമ്മുടെ സ്മൃതികൾ പറയുന്നുണ്ട്. പിന്നെ ഈ നരകത്തിൽ പോയിട്ട് യാതന വേണ്ടി വരില്ല. അപ്പോൾ അതൊക്കെ അദ്ദേഹം സ്വയം തീരുമാനിച്ച് ചെയ്യുന്നു. ആ ഒരു ധീരത. പിന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ധർമ്മവ്യാഖ്യാനങ്ങൾ പലതും ആദ്യമൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ബലവാൻ്റേത് ധർമ്മം. അതാണ് മഹാഭാരതത്തിൻ്റെ ഈ ധർമ്മ വ്യാഖ്യാനത്തിൻ്റെ ഒരു എതിർപക്ഷതാണ്. ഭീഷ്മരത് പറയുന്നുണ്ട്, ധർമ്മോസ്തു ബലവാം യഥ, ബലവാൻ ചെയ്യുന്നത് എന്തോ അത് ധർമ്മമായിട്ട് മാറും എന്നുള്ള ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതല്ലേ അദ്ദേഹം പറയുന്നത്? അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് പക്ഷേ ക്ഷാത്രധർമ്മം അല്ലേ? ക്ഷാത്രധർമ്മമാണ്. പക്ഷേ ഈ ക്ഷാത്രധർമ്മത്തിന് അപ്പുറത്തേക്ക് ഒരു മാനവീയ ധർമ്മം ഉണ്ടല്ലോ. അതുണ്ട്. അതിന് വഴങ്ങുന്ന രീതിയിൽ മാത്രമേ ക്ഷാത്രധർമ്മവും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ ധർമ്മോസ്തു ബലവാം യഥ എന്നുള്ളത് ധർമ്മം എന്ന് പറയുമ്പോൾ പ്രജകളെ രക്ഷിക്കാനുള്ള ധർമ്മമാണ്. അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ ബലം വേണം, ധർമ്മം. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വ്യാസൻ പലയിടത്ത് ഉദ്ദേശിച്ചതും. പക്ഷേ ഇവിടെ ഈ ദ്രൗപദിയെ ഈ ഉപദ്രവിക്കുന്ന സമയത്തും മറ്റ് പല അധർമ്മങ്ങളും ചെയ്യുന്ന സമയത്താണ് ഈ ഭീഷ്മരെ പോലെ ആളുകൾ ഇത് പറയുന്നത്. കർണനൊക്കെ ആ പക്ഷക്കാരനാണ്. ബലവാൻ, ഞാൻ ശക്തൻ ചെയ്യുന്നത് എന്തോ അത് ധർമ്മം എന്നുള്ള രീതിയിലാണ് ദുര്യോധനാദികൾ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ അതൊരു ധർമ്മത്തിൻ്റെ ഒരു സങ്കുചിതമായ വ്യാഖ്യാനമാണെന്നർത്ഥം. മറ്റേ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ ധാരണാധർമ്മ ഇത്യാദി. എന്തുകൊണ്ടാണ് ഭീഷ്മരെ പോലെ ഇപ്പം ഭീഷ്മ പിതാമഹൻ എന്നൊക്കെ ഒരു കാരണവർ പലപ്പോഴും ആദരവോടുകൂടിയിട്ടാണ് ഭാരതത്തിൽ തന്നെ പറയുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സങ്കുചിതമായ വ്യാഖ്യാനത്തിൽ എത്താൻ പറ്റുന്നത്? അത് ഞാനീ പറഞ്ഞ ഈ യുദ്ധമുണ്ടാക്കുക, ഈ മഹാഭാരത യുദ്ധം വാസ്തവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആസൂത്രണമാണെന്ന് പറയണം. അത് ആദ്യമേ അദ്ദേഹം തുടങ്ങി വെച്ചു, വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം തുടങ്ങി വെച്ചു. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ചില ആളുകൾ ഈ യുദ്ധത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അതിലൊന്ന് ഏകലവ്യനെ ഭഗവാൻ കൊന്നു. മഹാഭാരതം ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുള്ളൂ. അത് ഞാൻ പറയും. ഏകലവ്യൻ എന്ന് പറയുന്ന ആളിനെ ഭഗവാൻ കൊല്ലുകയായിരുന്നു യുദ്ധത്തിൽ. അതിനു മുമ്പേ കൊന്നു.
അതുപോലെ അദ്ദേഹം ശിശുപാലനെ നേരത്തെ വധിച്ചു, ജരാസന്ധനെ ഭീമനെ കൊണ്ട് കൊല്ലിച്ചു. ഇങ്ങനെ കുറേ ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു. ഭഗവാൻ അന്നേ ആസൂത്രണം ചെയ്ത് വെച്ചതായിരുന്നു. അതുപോലെ ഭീഷ്മരുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു ആശയം, ഒരു സങ്കുചിതമായ ധർമ്മം എന്ന ആശയം കടത്തി വിട്ടുകൊണ്ട് ഭീഷ്മർ അതിൻ്റെ പ്രേരണയിൽ ഈ ദുര്യോധന പക്ഷത്ത് നിന്നുകൊണ്ട് മറുപക്ഷത്തുള്ള അക്ഷൗഹിണികളെ 10 ദിവസം കൊണ്ട് അദ്ദേഹം ചാമ്പലാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പിടി തരുന്നില്ല ഭീഷ്മർ. ഭീഷ്മരുടെ ജീവിതത്തിൽ നമ്മൾ അവസാന ഘട്ടത്തിനെ പറ്റി ഇതിൻ്റെ അകത്ത് കൂടുതൽ പറഞ്ഞു. പക്ഷെ ജീവിതത്തിൻ്റെ തുടക്കത്തിലുമൊക്കെ അംബിക, അംബാലിക ആ കഥാപാത്രങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ വരുന്നില്ലേ? അത് ജീവിതത്തിൻ്റെ ആരംഭത്തിലും ഭീഷ്മർ ഇങ്ങനെ തന്നെയാണോ സഞ്ചരിക്കുന്നത്? ഭീഷ്മർ വാസ്തവത്തിൽ ഈ ഗംഗാദത്തനാണല്ലോ. അതെ, ശരിക്ക് ഗംഗാദേവി ഇദ്ദേഹത്തെ എടുത്ത് മറിയുകയാണ്. ഈ ശന്തനുവിനോട് ഞാൻ ഈ കുഞ്ഞിനെ നല്ല പോരാളിയാക്കിയിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് ഒടുവിൽ അദ്ദേഹത്തെ അസ്ത്രശസ്ത്രങ്ങളും ശാസ്ത്രമൊക്കെ പഠിപ്പിച്ച് ശന്തനുവിന് തിരിച്ചു കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ പറയുന്നത് ഇവന് ബൃഹസ്പതിയും വസിഷ്ഠനും പഠിച്ച കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനും അറിയാം എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച പണ്ഡിതനാക്കിയിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത് ഗംഗാദത്തനെ. അപ്പോൾ അദ്ദേഹത്തിന് ശാസ്ത്രജ്ഞാനമുണ്ട്, ധർമ്മത്തെക്കുറിച്ച് അറിയാം. ഈ വ്യാസൻ്റെ ഈ വാക്കുകൾ പ്രയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം ധർമ്മജ്ഞൻ എന്ന് ധാരാളം പ്രയോഗിക്കും. പക്ഷേ ധർമ്മം ജാനാതി ഇത് ധർമ്മജ്ഞ, ധർമ്മം കരോതി എന്ന് പറയുന്നില്ല. ചെയ്യുമ്പോൾ എന്താ പറയുക, അതിൽ വെള്ളം ചേർക്കുക. നമുക്കൊക്കെ അകത്ത് വരാറുണ്ട്, നമ്മളൊക്കെ വരും. പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വെള്ളം ചേർത്തിട്ട് നമ്മൾ എന്താക്കുക വെച്ചാൽ ഞാൻ ചെയ്തത് ധർമ്മം. അത്തരം ആളുകളെ മഹാഭാരതം, നമ്മുടെ പുരാണം ധർമ്മധ്വജൻ എന്നൊരു പേരുണ്ട്. ധർമ്മധ്വജൻ എന്ന് വെച്ചാൽ ധർമ്മമാണ് ചെയ്യുന്നത് എന്ന് വലിയ കൊടി കെട്ടിയിട്ടുണ്ടാവും. ധ്വജം ധർമ്മത്തിൻ്റെയാണ്, പക്ഷെ ചെയ്യുന്നത് വിരുദ്ധമാകും. ആ രീതിയിലേക്കുള്ള ഒരു വെള്ളം ചേർക്കൽ ഭീഷ്മർ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണനിൽ നിന്നും വന്നു ചേർന്ന ഒരു ദൗത്യം അതിലുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിലാണ് വ്യാസൻ അവതരിപ്പിച്ചത്. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ രീതിയിലല്ലാതെ നമ്മുടേതായൊരു വ്യാഖ്യാനം വ്യാസൻ്റെ വാക്കുകൾക്ക് ഇണങ്ങുന്നില്ല ഞാൻ വിചാരിക്കുന്നത്. വ്യാസനെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ വ്യാസൻ ചിലത് നമുക്ക് പറഞ്ഞു തരും. അതെ, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.